അവിടെ താതയെന്ന മുത്തശ്ശി കഥയേക്കാൾ ആഴം തോന്നിയത് പെറ്റമ്മയെ തല്ലിപ്പോറ്റുന്ന മകൾ കുഞ്ഞിപ്പെണ്ണിന്റെ കഥയ്ക്കായിരുന്നു. എനിക്കാണ് കാശ് മുടക്ക്. ഞാൻ ഇന്നിവിടെ നടക്കണത് എന്തിയാണോ നടക്കണത്? ഈ ഇവിടെ കണ്ടുകൊണ്ട് കണ്ടവരുണ്ട്. ഞാനായതുകൊണ്ട് പിടിച്ചു നിൽക്കാം. ഞാനിപ്പോ വന്ന് വിഷമത്തിച്ച് ഇവിടെ ഇനി അമ്മേനെ ആരും തിരക്കണ്ട. അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷമുണ്ടാകുന്നതിന്റെ ന്യായാന്യായങ്ങൾ അതിസങ്കീർണമാണെന്ന് താതയും കുഞ്ഞിപ്പെണ്ണും പറയാതെ പറഞ്ഞു. ആ സങ്കീർണത വാർദ്ധക്യത്തിന്റെ ദരിദ്രമുഖങ്ങളിൽ മാത്രമേ വായിച്ചെടുക്കാനാവൂ. എത്ര മക്കളുണ്ട്? 4 പേരുണ്ടോ? 3 പേരുണ്ട്. അമ്മക്ക് സർക്കാരിന്റെ 1 രൂപയില്ല. നമുക്ക് സർക്കാരിന്റെ വീടില്ല, ഒന്നുമില്ല. ഈ സ്നേഹക്കൂടലുണ്ടാന്നോ ഇങ്ങനെ എപ്പോഴും ദേഷ്യം വരുന്നേ? ആണോ? ചേച്ചി എത്ര കണ്ടെങ്കിൽ ഞാൻ തരാൻ ചേച്ചി. അപ്പഴേക്ക് അപ്പം കറി തയ്ച്ചു, ചോറ് തയ്ച്ചെന്ന് പറഞ്ഞു. ആഹാരമൊക്കെ കുളിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യും. ഞാൻ വെളുപ്പിനെ കുളിപ്പിച്ചു. വഴക്ക് വിടും എന്റെ കൂട്ടത്തിൽ. ആദ്യം കൂടെ 100 വഴക്കും പറയും. അമ്മ ഒന്നും പറയത്തില്ല അന്നേരം? ഒന്നും പറയില്ല. അമ്മ ചീത്തൊന്നും പറയില്ല. ചീത്ത പറയില്ല. അമ്മക്ക് വിവരമില്ല. ആവശ്യമില്ലാതെ ജനിച്ചത് എന്ത് പറയാ? അവരുടെ മക്കളൊക്കെ അവര് വിദ്യാഭ്യാസം ചെയ്യിച്ചു. അച്ഛനും അമ്മയ്ക്കും പ്രായം ചെന്നാൽ നിവൃത്തികേടുകൊണ്ടോ സൗകര്യത്തിനോ വാർദ്ധക്യ മന്ദിരങ്ങളിൽ തള്ളുന്ന മധ്യവർഗ മലയാളിയുടെ കഥയിൽ ഇത്തരമൊരു ആന്റി ക്ലൈമാക്സിന് സാധ്യത കുറയും. കാരണം ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ സദാചാരവും നീതിയും മറ്റൊന്നാണ്. അടിയും ഇടിയും എല്ലാം പിടിപിടിയെന്ന് നടക്കും. നമ്മളെ വിളിക്കണമെങ്കിലും അടിക്കണം, എന്ത് ചെയ്യണമെങ്കിലും അടിക്കണം. അടിക്കട്ടെ ചെയ്യുള്ളൂ. ആളൊക്കെ നല്ലതാണ്, പക്ഷെ അങ്ങനെ ചെയ്യരുത്. ഒരു എണീറ്റ് പോകാൻ പാടാത്ത ആളായിട്ടുള്ള വലിയ വല്ലതും നടക്കുക. ഇവിടെയൊക്കെ നീരാണ്. ഈ അടിക്കുന്ന ഇഷ്ടമല്ലല്ലേ? എവിടെ നീര് നോക്കട്ടെ? ഇവിടെ നീരാണ്. എറണാകുളം അരൂരിനടുത്ത് 85 വയസ്സുള്ള താത കഴിയുന്നു. ശിഷ്ടകാലം തല്ലുകൊള്ളാതെ ജീവിച്ച് മരിക്കാനൊക്കണേ എന്ന പ്രാർത്ഥനയോടെ. പെറ്റ 4 പേരിൽ 3 പെണ്ണും 1 ആണും. പെണ്ണായി പിറന്ന 3 ആളിൽ ഇപ്പോ കുഞ്ഞിപ്പെണ്ണെന്ന മൂത്തവൾ മാത്രം കൂടെയുണ്ട്. ഒരുപാട് സഹിച്ചതിന്റെ ചുളിവുകൾ കുഞ്ഞിപ്പെണ്ണിന്റെ ശരീരത്തിലും ശേഷിച്ചു. ഈ 6 വർഷം മുമ്പ് അമ്മ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു? അവരെ ഒറ്റക്ക് കൊടുക്കണം. ഭക്ഷണമൊക്കെ എങ്ങനെയായിരുന്നു? അന്ന് വേല എടുക്കും. വന്നതിന് ശേഷം പിന്നെ ഇവിടെ തന്നെ അടിച്ച് താഴെ വീടിന് പോയി. അങ്ങനെ വന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഇതിന് പോകാറുണ്ട്. പോയി കഴിഞ്ഞപ്പോഴേ ഇവര് ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല. ചായ പലരും മേടിച്ച് കുടി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പോയി ബാക്കിയത് വേഗം വന്ന് കരയ്ക്കും. ഇങ്ങനെ തൂങ്ങിയൊക്കെ എന്റെ നോട്ടത്തിന്റെ തന്നെ ഈ കാലവര് കുത്തി എവിടെയെങ്കിലും വന്നു. ഇതിനകത്ത് ഒരു നേരത്തെ മൂത്തോടുത്ത് കളി ഏത് മക്കൾ വന്നു. താതയുടെ രക്ഷകയും ശിക്ഷകയും കുഞ്ഞിപ്പെണ്ണ് തന്നെ. അമ്മയെ തല്ലിയതിൽ എന്തെങ്കിലും തെറ്റുകുറ്റമുണ്ടെന്ന് ഒരിക്കലും തിരിച്ചറിയാനൊക്കാത്ത അവരുടെ ഓരോ വാക്കിലും ജീവിതമുടനീളം തുടർന്നൊരാധിയുടെ നിഴലുണ്ടായിരുന്നു. ആരോടൊക്കെയോ ഉള്ളൊരു അവസാനിക്കാത്തൊരു പോരാട്ടം പോലെ ജീവിതത്തെ ഏറ്റെടുത്ത കുഞ്ഞിപ്പെണ്ണാണ് സത്യത്തിൽ ഈ കഥയിലെ നായിക. ഈ 6 വർഷം ഞാനിത് ചെയ്തോണ്ടിരിക്കും. അപ്പൊ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. വേറെ എവിടെയെങ്കിലും കൊണ്ടാക്കാനോ അങ്ങനെ ഇഷ്ടമുണ്ടോ? ഇല്ല, ഒരു നിമിഷം ഞാൻ തരികയില്ല. ഇവിടെ തന്നെ നിൽക്കട്ടെ. ഇവിടെ തന്നെ വയ്യാതില് നോയിക്കോളാം. ഞാൻ കാശ് മുടക്കിയത് ഞാൻ വേല ചെയ്ത് വീട് കൊണ്ട് കഷ്ടപ്പെട്ട കാശാണ് ഞാൻ കൊടുക്കുക. നിത്യം തല്ലുകൊണ്ട് മൊഴിഞ്ഞാലും കമാൽ ശ്രദ്ധിക്കാത്ത താത 2ാം നായികയാണ്. അമ്മയ്ക്ക് ദേഷ്യം വരത്തില്ലേ അടിക്കുമ്പോ? അടിക്കുമ്പോ ദേഷ്യം വരുമോ? അന്നേരം ദേഷ്യം വന്നോ എന്തെങ്കിലും പറഞ്ഞാ പിന്നെ തല്ലും. പിന്നെ തല്ലും. അപ്പൊ പിന്നെ പറയാതെ ഇരിക്കാണ് നല്ലത്. അപ്പൊ കുറച്ച് തന്നെ മതിയാക്കും. എന്താ ഇങ്ങനെ അടിക്കുന്ന? എന്താ കൊല്ലാനോ? അപ്പൊ എന്താ സ്നേഹമില്ലയോ കൊല്ലാൻ അങ്ങനെ അടിച്ചോ? നീ മരിക്കണില്ലല്ല പറഞ്ഞി. നീ മരിക്കില്ല, അമ്മ മരിക്കില്ല. പിന്നെ നോയിക്കോളാന്ന് പറയുന്നത് എന്തിനാ? അത് രണ്ടും പോയി. നോയിക്കോളാന്നും പറയാൻ അടിച്ചു കൊല്ലുകയും ചെയ്യും. വേറൊന്നും വിടത്തുമില്ല. തല്ല് കൊള്ളുന്ന താതയും തല്ലി ചതയ്ക്കുന്ന കുഞ്ഞിപ്പെണ്ണും ഒരുപോലെ സഹതാപം
പിടിച്ചുപറ്റുന്ന നിരവധി മുഹൂർത്തങ്ങൾ ഈ കഥയിലുണ്ട്. അതും ദാരിദ്ര്യത്തിന്റെ വേറിട്ടൊരു ഭാഷയിൽ. സ്ത്രീത്വത്തിന്റെ രണ്ട് വിപരീതാവസ്ഥകൾ ഒരേ വൈകാരികത പങ്കിടുമ്പോഴും തല്ലല്ലാതാവുന്നില്ല. നമുക്കൊരു സഹിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് തല്ലുമ്പോഴും പറയണ എന്റെ മോളെ നീ എന്നെ തല്ലല്ലടി നമ്മളോട് പറയും. നമുക്കിത് കേട്ടാലും പറ്റും. നമ്മൾ ഒന്നിനും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കിട്ടണം അതല്ലേ. ജീവിച്ചിരുന്നിട്ട് ഇവർക്ക് വേണ്ടി ഒരുപാട് ഉണ്ടാക്കി കൊടുത്താണ്. അനുഭവം കൊണ്ട് തള്ളല്ലേ പിന്നെ എന്ത് അക്രമം ചെയ്യാനാന്നറിയാം. അവരോട് ചോദിക്കാറുണ്ട്. അവരോട് ഈ അമ്മയോട് ചോദിക്കാറില്ലാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ചോദിക്കണേ, എടി നീ ഞങ്ങൾക്ക് എന്ത് തന്നു? അമ്മേനെ വിളിക്കണ വഴിയാണ്, എടി നീ ഞങ്ങൾക്ക് എന്ത് തന്നു? അത് പറയാം, എന്റെ പൊന്നു മോളെ ഞാൻ പണിയെടുത്തൊക്കെ നിങ്ങക്ക് തന്നില്ലേ? ആണടി തന്നാ എന്നും പറഞ്ഞാണ് അടി തടി. വയറ് നിറയെ ആഹാരവും നടുവത്ത് തൊഴിയും കൊടുത്ത് അമ്മയെ വളർത്തുന്ന മകൾ. നല്ല മോളാണെങ്കിലും തല്ലിനൊരു കുറവുമില്ലെന്ന് തിരിച്ചറിവോടെ അനുസരണയോടെ പറയുന്ന അമ്മ. ഇവിടെ കൂടുതൽ നോർമൽ കുഞ്ഞിപ്പെണ്ണല്ല, താതയാണ്. വക്കീലും വൈദ്യനും അടിയന്തരമായി വേണ്ട സ്ത്രീത്വത്തിന്റെ രണ്ടവസ്ഥകളാണിത്. ഇത്തരമൊരു സന്ദർഭത്തിൽ നമ്മുടെ വനിതാ കമ്മീഷന് എന്താണ് ചെയ്യാനുള്ളത്?